നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 1-ാം തീയതി. 1200-ാം ആണ്ട് മിഥുന മാസം 17-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ഉദയനക്ഷത്രം പൂരം നക്ഷത്രമാണ്. ഇപ്പോൾ പൂരം നക്ഷത്രം ഒരു 9 മണിയൊക്കെ കഴിയുമ്പോൾ പൂരം നക്ഷത്രം മാറും. അത് കഴിഞ്ഞ് ഉത്രൻ നക്ഷത്രത്തിലേക്ക് വരികയാണ്. പൂരമാവട്ടെ ഉത്രമാവട്ടെ ഈ രണ്ട് നക്ഷത്രങ്ങളും വളരെ അനുകൂല നക്ഷത്രങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ ശരിക്ക് കുറച്ച് ഏറെ ഭൂമികാരകനാണ് എങ്കിൽ പോലും കുറച്ചേറെ നെഗറ്റീവ് എനർജിയുള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച. പൊതുവേ നമ്മൾ ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾക്ക്, ശുഭനക്ഷത്രമാണ് എങ്കിൽ പോലും ശുഭകാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ചൊവ്വ ശത്രുഗ്രഹമാണ്. അപ്പോൾ ടെൻഷനും അസ്വസ്ഥതയും ശത്രുതയും ഒക്കെ വർദ്ധിക്കും ശത്രുഗ്രഹമായതുകൊണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അഗ്നിഭയം ഉണ്ടാവാം. അതുപോലെ ആക്സിഡൻറ്റ്, വഴക്ക്, പ്രശ്നങ്ങൾ, മേലുദ്യോഗസ്ഥരുടെ അതൃപ്തി ഒക്കെ ഉണ്ടാകാനിടയുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശരിക്ക് മിഥുന മാസത്തിലെ നക്ഷത്രം വന്നിട്ടുള്ളവർ, അതായത് മിഥുന നക്ഷത്രത്തിലെ പൂരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്ക് നിങ്ങൾക്ക് അത്ര ഭാഗ്യദായകമായ ഒരു വർഷമല്ല. വ്യാഴമൊക്കെ 11-ൽ നിൽക്കുകയാണ്. ഒക്കെ ആണെങ്കിൽ പോലും ചൊവ്വാഴ്ചയാണ് വന്നിരിക്കുന്നത്. അത് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ കേസ് വഴക്കുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗ്നിഭയം, തീപ്പൊള്ളൽ തേക്കുന്നതിനൊപ്പം തന്നെ ആക്സിഡൻ്റ് ഉണ്ടാവുക, സർജറിക്ക് വിധേയമാവുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു വർഷമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം വളരെ ശ്രദ്ധയോടുകൂടി പോകണം. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നവർ, അതുപോലെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഒക്കെ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രധാനമായി ചൊവ്വ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയാണ് ചൊവ്വയുടെ ദേവൻ. അപ്പോൾ മുരുക പ്രീതി വരുത്തുക, സുബ്രഹ്മണ്യ സ്വാമിക്ക് പരിഹാരം ചെയ്യുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചനയൊക്കെ നടത്തുക. അതേപോലെ തന്നെ ഒരു ശ്രീമുരുക യന്ത്രം, ആക്സിഡൻറ്റോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. ഒരു വർഷത്തേക്ക് മതി, ഒരു പ്രൊട്ടക്ഷനായിട്ട് കെട്ടിക്കൊള്ളുക. ഇതൊക്കെ നിങ്ങൾക്ക് ദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ഓരോ നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ശരിക്ക് രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. രാവുകാല സമയം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങണം. അപ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ കാര്യത്തിന് പോവുക. നമ്മൾ യാത്രയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതാണ് രാവുകാലം. ഇന്ന് രാവുകാല സമയം വരുന്നത് 3:37 തൊട്ടാണ് രാവുകാലം സ്റ്റാർട്ട് ചെയ്യണേ. അത് 5:11 വരെ രാവുകാല സമയമുണ്ട്. നമ്മൾ 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഉദയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ രാവുകാല സമയം ഇതാണ്. അപ്പോൾ നമ്മൾ രാവുകാല സമയം നോക്കുക. അതുപോലെ 2 സമയങ്ങൾ നോക്കുക, ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഈ 2 സമയവും നമ്മൾ പറയണത് പകലാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇത് രാത്രിയാണോ പകലാണോ എന്നും കൂടി പറയണം എന്ന്. കാരണം യമകണ്ഠനും ഗുളികനും ഒക്കെ നമ്മളെ പ്രവൃത്തി സമയം പകലായതുകൊണ്ട് പകലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് പറയണത്.
അപ്പോൾ ഗുളികകാല സമയം പറഞ്ഞത് 12:28 തൊട്ട് 2 മണി 3 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 9:20 തൊട്ട് 10 മണി 54 മിനിറ്റ് വരെയും. ഈ സമയം ശരിക്ക് ഒരു ശുഭകാര്യത്തിനും, മറ്റത് നമുക്ക് രാവുകാല സമയ യാത്രയ്ക്ക് മാത്രമെങ്കിൽ ഇത് രണ്ടും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അല്ല, ഇന്ന ദിവസം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. 12 മണി 4 മിനിറ്റ് തൊട്ട് 48 മിനിറ്റ് നേരം, അതായത് 12 മണി 52 മിനിറ്റ് വരെ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഇതിനിടയ്ക്ക് ഒരു 4 മിനിറ്റ് നേരം കൊള്ളൂല എന്ന് മാത്രം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റെഡ് കളറ് അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ള വസ്ത്രം കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു റെഡ് കളറ് കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. അത് നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.